أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير صدق الله العلي العظيم اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا يا رب العالمين. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മളെല്ലാവരുടെയും ഈ അഖില പ്രപഞ്ചങ്ങളുടെയും സൃഷ്ടികർത്താവും നിയന്താവും പരിപാലകനുമൊക്കെയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളെല്ലാം നമ്മുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലുമെല്ലാം പരമാവധി പാലിച്ചും സൂക്ഷിച്ചും തഖ്വയുടേതായ ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ, തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു നല്ല ജീവിതം സദാ നയിക്കുവാൻ ഞാനും നിങ്ങളും നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും വേണമെന്ന് ആദ്യമായി എന്നോടും പിന്നെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനുർ-റഹീമായ അല്ലാഹു നമ്മെയും നമ്മുടെ ഇണകളെയും നമ്മുടെ എല്ലാ മക്കളെയും നമ്മുടെ ഉടപ്പിറപ്പുകളായ അനുജന്മാരെയും പെങ്ങന്മാരെയും എല്ലാം തന്നെ അവന്റെ സാലിഹ്യങ്ങളിലും മുത്തഖീങ്ങളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹ്യമായും എല്ലാം അലട്ടുന്ന എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു പരിഹരിച്ചിരുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ഇത് രജബ് മാസമാണ്, യുദ്ധം ഹറാമായ മാസം. ഈ മാസത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വളരെ സുപ്രധാനമായ സംഭവം ഇസ്രാ മിഅ്റാജ് ഉണ്ടായതെന്ന് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു. ചരിത്രരേഖ അനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിൽ നുബുവത്തിന്റെ 12ാമത്തെ വർഷമാണ് ഇസ്രാ മിഅ്റാജ് സംഭവം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് രജബ് മാസം 27-ാം തീയതി ആയിരുന്നു എന്നും ചരിത്രത്തിൽ മനസ്സിലാക്കുന്നു. ഒരു വലിയ സംഭവത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ്. ഒരു ഭാഗം ഇസ്രാ, മറ്റൊരു ഭാഗം മിഅ്റാജ്. ഒറ്റ സംഭവത്തിന്റെ രണ്ട് ഭാഗങ്ങൾ. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് അങ്ങകലെ ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ രാത്രി കൊണ്ട് നടത്തിയ പ്രയാണം. അതാണ് ഇസ്രാ കൊണ്ട് വിവക്ഷിക്കുന്നത്. മാസങ്ങളോളം വഴിദൂരമുള്ള അങ്ങകലെയുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് ഒറ്റ രാത്രിയോട് നബി പോയി വന്നു. ഇതാണ് ഇസ്രാ. ആ മസ്ജിദുൽ അഖ്സയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപരിലോകത്തേക്ക് യാത്ര പോവുകയുണ്ടായി. ആ സംഭവത്തെയാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. മിഅ്റാജ് എന്ന വാക്ക് ഖുർആനിലില്ല, ഹദീസിലുണ്ട്. മിഅ്റാജ് എന്ന വാക്കിന്റെ അർത്ഥം ഏണി, കോണി എന്നൊക്കെ പറയും. കയറിപ്പോകാൻ ഉപയോഗിക്കുന്നത്. ഭാഷാപരമായി അത് ലർഫു സമാൻ വൽ മക്കാനിൽ പെടുന്നു. കയറിപ്പോകാൻ ഉപയോഗിക്കുന്നത്. അറജ എന്ന് പറഞ്ഞാൽ കയറിപ്പോയി. സൂറത്ത് ബനി ഇസ്രായീലിൽ വിശുദ്ധ ഖുർആനിലെ 17ാമത്തെ സൂറത്തിന്റെ പ്രാരംഭത്തിൽ ഇസ്രായേൽ സംബന്ധമായി പരാമർശമുണ്ട്. നേർക്ക് നേരെ മിഅ്റാജ് സംബന്ധമായി ബനി ഇസ്രായീൽ സൂചനയുണ്ട്.
കൂടാതെ സൂറത്തുൻ നജ്മിലെ പ്രതിപാദനങ്ങൾ മിഅ്റാജുമായി ബന്ധപ്പെട്ടതാണെന്നാണ് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത്. ഈ സംഭവം വളരെ പ്രസിദ്ധമാണ്. ചുരുങ്ങിയത് 25 പ്രബല നിവേദനങ്ങളെങ്കിലും ഇത് സംബന്ധമായി ഹദീസുകളിൽ ഒന്നും രണ്ടുമല്ല, വളരെ പ്രബലമായ 25-ലേറെ നിവേദനങ്ങൾ, റിപ്പോർട്ടുകൾ ഇത് സംബന്ധമായി ഉണ്ട്. ആയത്തിന്റെ അർത്ഥം സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. പരമപരിശുദ്ധനാണ് ആര്? തന്റെ ദാസനെ കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം നടത്തിച്ചവൻ. ആ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റും നാം ധാരാളം അനുഗ്രഹങ്ങൾ വർഷിച്ചിട്ടുണ്ട്. ബാറക്നാ ഹൗലഹു. എന്തിനായിരുന്നു ഈ പ്രയാണം? വിനോദയാത്രയായിരുന്നില്ല. ലിനുരിയഹു മിൻ ആയാതിന, അദ്ദേഹത്തിന് നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് കാണിച്ചു കൊടുക്കാൻ. അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. ഇതാണ് അതിന്റെ നേർക്ക് നേരെയുള്ള ഏകദേശ പരിഭാഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇത് സംഭവിച്ചത്. നബിക്ക് താങ്ങും തണലും തുണയുമായിരുന്ന പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹയുടെ വിയോഗം അത് നബിയെ വല്ലാതെ ഉലച്ചിരുന്നു. കാരണം നബിക്ക് അങ്ങേയറ്റത്തെ സ്നേഹവും പിന്തുണയും സഹായമൊക്കെ നൽകിയ മഹതിയായിരുന്നു ഖദീജ. അവരുടെ വിയോഗത്തോടൊപ്പം തന്നെ അമുസ്ലിം ആയിരുന്നെങ്കിലും നബിയെ സമൂഹ മധ്യത്തിൽ വളരെയേറെ കാത്തുരക്ഷിച്ച പിതൃവ്യൻ, അദ്ദേഹം നബിക്ക് നൽകിയ പിന്തുണ വളരെ വലുതായി. അദ്ദേഹത്തിനും മരണപ്പെട്ടു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നബിക്കുണ്ടായിരുന്ന 2 സപ്പോർട്ട് പോയ ഘട്ടത്തിൽ ശത്രുക്കൾ നബിക്കെതിരെയുള്ള ആക്രമണം ശക്തമാക്കി. നബിയെ അങ്ങേയറ്റം ഇത് തന്നെ തക്കം എന്ന നിലയ്ക്ക് ശത്രുക്കൾ അങ്ങേയറ്റം ഉപദ്രവിക്കുകയും നബി ഈ ഘട്ടത്തിൽ അങ്ങേയറ്റത്തെ മനപ്രയാസം അനുഭവിച്ചു. സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ സന്നിധാനത്തിലേക്ക് വിളിച്ചു വരുത്തി ആശ്വാസവും ആവേശവും പകർന്നു തിരിച്ചയച്ചു എന്നതാണ് ഈ സംഭവത്തിന്റെ ഒന്നാമത്തെ വശം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഏൽപ്പിച്ച മഹത്തായ ഒരു ദൗത്യ നിർവഹണം നടത്തുന്ന മഹാപുരുഷനാണ്. ആകയാൽ അള്ളാഹു അദ്ദേഹത്തിന് പ്രത്യേകമായ പരിരക്ഷ നൽകിയിട്ടുണ്ട്. അല്ലാഹു യഅ്സിമുക മിനന്നാസ്, നബിയെ പറ്റി അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു തആല താങ്കളെ ജനങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കുക തന്നെ ചെയ്യും. വഇന്നക ബിഅയ്നിന എന്ന് മറ്റെടുത്ത് പറഞ്ഞിട്ടുണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട്, താങ്കൾ നമ്മുടെ കൺവെട്ടത്ത് തന്നെയാണ് ഉള്ളത്, നമ്മുടെ ശ്രദ്ധയുണ്ട്. അപ്പൊ ഇങ്ങനെ പ്രവാചകന്മാർക്ക് അള്ളാഹു ഏൽപ്പിച്ച ദൗത്യ നിർവഹണം ക്ലേശപൂർവം ബദ്ധശ്രദ്ധരായിക്കൊണ്ട് നിർവഹിക്കുന്ന പ്രവാചകന്മാർക്ക് അള്ളാഹു ചില പ്രത്യേകമായ പിന്തുണ നൽകാറുണ്ട്. അതിന് ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അത്തരത്തിലൊരു പിന്തുണയാണ് നബിക്ക് ഇപ്പോൾ കിട്ടിയത്. മിഅ്റാജ് സംഭവിച്ചു. ഒരുപാട് അഭൗതിക യാഥാർത്ഥ്യങ്ങളെപ്പറ്റിയുള്ള ഉള്ളറിവുകൾ നൽകിക്കൊണ്ട് നബിക്ക് അല്ലാഹു തആല
പ്രത്യേകമായ ആവേശം പകർന്നു, ആശ്വാസവും പകർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറ്റേന്ന് പ്രഭാതത്തിൽ തിരിച്ചെത്തിയപ്പോൾ സംഭവം നബിയുടെ പതിവനുസരിച്ച് സമൂഹവുമായി പങ്കിട്ടു. സമൂഹത്തിൽ നിന്ന് സന്മാർഗം കാണിച്ചു കൊടുക്കുക എന്നതാണല്ലോ നബിയുടെ ദൗത്യം. അതിൽ നബി അശേഷം ശങ്കിച്ചില്ല. അവിടെയാണ് നമുക്ക് മാതൃക. നമ്മളിൽ പലരും ആളുകൾ വിശ്വസിക്കുന്നത് പറയുക, കഴിച്ചുബാക്കി തൽക്കാലം റിസർവിൽ വെക്കുക എന്ന ഒരു പ്രായോഗിക സമീപനത്തിന്റെ അഥവാ പ്രാഗ്മാറ്റിക് അപ്രോച്ചിന്റെ വക്താക്കളാണ്. എല്ലാം ഇപ്പൊ പറയണ്ട, മുമ്പൊരു കുണ്ടാമണ്ടിയാക്കും, ഇത്തിരി റിസർവിൽ വെക്കാം, ഇങ്ങനെയൊക്കെയാണ് തട്ടിമുട്ടി നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അത് നമ്മുടെ ഒരു ദൗർബല്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമൂഹം കളവാക്കുമെന്നോ അപഹസിക്കുമെന്നോ എന്നുള്ള ഒരു ശങ്കയും ഉണ്ടായില്ല. നബിക്കുണ്ടായി അത്യത്ഭുതകരമായ സംഭവം നബി അതേപടി സമൂഹത്തോട് പറഞ്ഞു, സമൂഹമായി പങ്കുവെച്ചു. കാരണം നബിക്ക് സമൂഹത്തോട് അത്രമാത്രം പ്രതിബദ്ധതയുണ്ടായിരുന്നു. ഒരു സൂഫി കവി പാടിയിരുന്നു, മുഹമ്മദ് എന്തൊരു പോയത്തക്കാരനാണ്, അങ്ങ് ആഡംബരം എത്തിയിട്ട് പിന്നെ ഇങ്ങ് മടങ്ങി വരണം, ഞാൻ ഇനി വീട്ടിൽ തന്നെ നിൽക്കുന്നാന്ന് പറഞ്ഞൂടെ. ഉമ്മറക്കെല്ലാം പോയാൽ ചില ആൾ കൂടുന്നില്ല, ഞങ്ങൾക്ക് പോകുന്നില്ല, ഞാൻ വീട്ടിൽ തന്നെ കൂടുന്നാന്ന് പറഞ്ഞിട്ട് നിയമവിരുദ്ധമായിട്ട്. അതുപോലെ ഇത്ര നല്ല സ്ഥലത്ത് ഇത്ര നല്ലൊരു ചുറ്റുപാട് എത്തിയപ്പോ എന്താ പിന്നെ മൂപ്പറിങ്ങി ഈ ചീഞ്ഞു നാറിയ ദുനിയാവിലേക്ക് തന്നെ മടങ്ങി വന്ന് വല്ലാത്ത പോയത്തായിപ്പോയി എന്ന് പരിതപിച്ചുകൊണ്ട് അദ്ദേഹം പിന്നെ പറഞ്ഞു, ശരിയാണ്, അദ്ദേഹത്തിന് മടങ്ങി വരാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം അദ്ദേഹത്തിന് സമൂഹത്തോടുള്ള പ്രതിബദ്ധത അത്രമാത്രമായിരുന്നു. തന്റെ സ്വന്തം കാര്യം എന്നതല്ലല്ലോ അദ്ദേഹത്തിന്റെ മുഖ്യ വിഷയം, മറിച്ച് സമൂഹത്തിന്റെ മാർഗദർശനം, സമൂഹത്തിന്റെ വിമോചനം, സമൂഹത്തിന്റെ സുരക്ഷിതത്വം, ലലാലത്തിൽ നിന്ന് ഹിദായത്തിലേക്കുള്ള സമൂഹത്തിന്റെ പുരോഗതി, ഇതാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിത്യ ചിന്താവിഷയം. അപ്പൊ അദ്ദേഹത്തിന് അറിയാൻ സാധിക്കുമായിരുന്നു. അത് നബിയുടെ ഒരു വലിയ അടയാളപ്പെടുത്തേണ്ടുന്ന, നമ്മൾ പകർത്തേണ്ടുന്ന ഒരു സവിശേഷതയാണ്. ഏതായാലും നബി അതിൽ ശങ്കിച്ചില്ല. നമ്മുടെയൊക്കെ വിശ്വാസം പലപ്പോഴും ശരാശരിയിൽ താഴെയാണ്. യുക്തി സമ്മതിക്കുന്നതൊക്കെ അംഗീകരിക്കും, ബുദ്ധി സമ്മതിക്കുന്നതൊക്കെ അംഗീകരിക്കും, അതിന്റെ അപ്പുറത്തുള്ളതിൽ ഒരുതരം ഒഴിഞ്ഞു മാറൽ, എസ്കേപ്പിസം പുലർത്തും. ഇതാണല്ലോ. പക്ഷെ യുക്തി സമ്മതിച്ചതും ബുദ്ധി അംഗീകരിച്ചതും വിശ്വസിക്കാൻ ഞാനും കൂടുമ്പോൾ, വിശ്വാസമെന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിക്കും യുക്തിക്കും അതീതമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയെ അവലംബിച്ചുകൊണ്ട് കാര്യങ്ങൾ അംഗീകരിച്ചനുസരിച്ചനുകരിക്കുക എന്നതാണുള്ള വിശ്വാസം. അതർക്കമില്ല, കൊള്ളാം, അതുകൊണ്ടതായിക്കോട്ടെ. നോമ്പ് നല്ലതാണ്, ഒരു ഡയറ്റിങ് തിരക്കേടില്ല, നിൽക്കാനോ തിരക്കേടില്ല, 5 നേരം കാലം കൈയൊക്കെ ഒന്ന് വെടുപ്പാവും, ഒരു ചില്ലറ മനസമാധാനം കിട്ടും, ഒരു പ്രാർത്ഥനയാവാം. സക്കാത്ത് അത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, തിരക്കേടില്ല. ഇങ്ങനെയെല്ലാം കേവലം ഭൗതികമായി വളരെ ലളിതമായി മാത്രം കാണുന്നതിനപ്പുറം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഞാൻ അപ്പടി സമ്മതിച്ചിരിക്കുന്നു. ഇതാണ് വിശ്വാസത്തിന്റെ ഉന്നതമായ നിലപാട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധതയിൽ അവലംബിച്ചുകൊണ്ട് ബാക്കി എല്ലാത്തിനും അവധി കൊടുത്തിട്ടുള്ള നിലപാട്. മുഅ്മിനീങ്ങളിൽ ഈമാൻ കൊണ്ട് ഏറ്റവും തികവും മികവുമുള്ള പുരുഷൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖിന് സിദ്ദീഖ് എന്ന ആ അപരനാമം ലഭ്യമാവാൻ നിമിത്തമായ സംഭവം ഇതാകുന്നു. ചില അബൂബക്കർ സിദ്ദീഖിനെ അങ്ങനെ വിളിക്കുകയും ചെയ്യും, മിഅ്റാജിൽ അംഗീകരിക്കുകയില്ല. എങ്കിൽ അവർ വിഡിത്താണ്.
അബൂബക്കർ സിദ്ദീഖ് നിങ്ങൾ അബൂബക്കർ റളിയല്ലാഹു വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ പിന്നെ മെഹ്റാജിനെ നിഷേധിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം മെഹ്റാജ് സംഭവം, ഇസ്രാ മെഹ്റാജ് സംഭവം നബി പറഞ്ഞപ്പോൾ ആളുകൾ പരിഹസിച്ചു. ചുരുക്കം ചിലരൊക്കെ ഇസ്ലാം ദീനിൽ നിന്ന് രാജിവെച്ചിട്ടും പോയെന്നാണ്, മുർത്തദ്ദായി. പരിഹാസം അതിന്റെ പരമകാഷ്ഠ പ്രാപിച്ചു. ഇത് നല്ല പേരാന്താണ് എന്ന നിലക്ക് ആളുകൾ പരിഹസിച്ചു. ആളുകൾ പല ഭാഗത്തേക്കും ഈ സംഗതി പ്രചരിപ്പിക്കാൻ വേണ്ടി ഓടി. മുഹമ്മദിന് കലശലായ ഭ്രാന്താണ്, ഇന്നലെ വരെയുള്ള ഇന്ന് വളരെ ഗുരുതരമാണ്, മാസങ്ങളോളം യാത്ര ചെയ്യേണ്ട സ്ഥലത്തേക്ക് പോയി വന്നു എന്ന് മാത്രമല്ല ആടൻ അങ്ങോട്ടും പോയി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ വഴിമധ്യേ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. നബിയുടെ ഉറ്റ സുഹൃത്താണല്ലോ, അറിഞ്ഞില്ലേ? എന്ത്, നിന്റെ സുഹൃത്തിന് കലശലാണ് ഭ്രാന്ത്, എന്ത്? അദ്ദേഹം ഇന്നലെ പോയി വന്നു എന്നൊക്കെ പറയുന്നത്. ഇങ്ങല്ലാത്ത ആളിജാതി സാഹിബിനെയും കൊണ്ട് നടക്കൂ, ഇനിയെങ്കിലും തിരിച്ചറിവുണ്ടായിക്കൂടെ എന്ന അർത്ഥത്തിൽ പരിഭാഷപ്പെടുത്താവുന്ന കുറച്ച് വർത്തമാനങ്ങൾ പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖിന് അര സെക്കൻഡ് സംശയിക്കേണ്ടി വന്നില്ല. അദ്ദേഹത്തിന്റെ ചോദ്യം ഒന്ന് മാത്രമായിരുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു എന്നത് ഉറപ്പാണെങ്കിൽ അത് സത്യം. എനിക്ക് ആകപ്പാടെ പരിശോധിക്കേണ്ടത് നിങ്ങൾ വല്ല കളവും പറയുന്നുണ്ടോ എന്നതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നത് ശരിയാണെങ്കിൽ അപ്പറഞ്ഞ തീർത്തും സത്യമാകുന്നു. ഇതിലും വലുതൊക്കെ ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാവിലെയും വൈകുന്നേരവും ഉപരിലോകത്ത് നിന്ന് മലക്ക് വരുന്നു, സന്ദേശം കൊടുക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞാൻ അദ്ദേഹത്തെ അംഗീകരിച്ച് അനുസരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലപ്പുറമൊന്നുമല്ല ഇത് എന്ന് മറുപടി കൊടുത്തു. ആ മറുപടിയുടെ പേരിലാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് എന്ന അപരനാമത്തിൽ ചരിത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയത്. അപ്പൊ മേറാജിന്റെ തെളിവ് ചോദിക്കുന്നവർക്ക് ചുരുങ്ങിയത് അത് തന്നെ ഒരു തെളിവാണ്. ഏതായാലും ഈ സംഭവം ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട്. അതിലൊന്ന് സാധ്യത വെച്ചുകൊണ്ട് അംഗീകരിക്കുകയല്ല വേണ്ടത്, സാധ്യത വെച്ച് അംഗീകരിക്കുകയല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തുള്ള വിശ്വാസം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ്. നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി അള്ളാഹു, ആ ദൂതനുള്ള വിശ്വാസത്തിന്റെ പൂർണ്ണത അവിടെയാണ്. മിഅ്റാജിന്റെ ഒന്നാമത്തെ പ്രസക്തിയും അവിടെയാണ്. സമൂഹത്തിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള വിശ്വാസം അചഞ്ചലമാണോ, ദൃഢരൂഢമാണോ, എവിടെയെങ്കിലും ചാഞ്ചല്യമുണ്ടോ എന്നൊരു പരീക്ഷണം കൂടിയായിരുന്നു അവിടെ നടന്നത്. ഒമാ ജഅൽന റുഅല്ലത്തി അറൈനാക ഇല്ലാ ഫിത്റത്തൽ ലിന്നാസ് എന്ന് ഖുർആനിൽ ഇതേ സൂറത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. നാം നിങ്ങൾക്ക് കാണിച്ച കാഴ്ചയുണ്ടല്ലോ, അത് ജനങ്ങൾക്ക് ഒരു പരീക്ഷണമായിട്ടാണ് വാക്കിയിട്ടില്ലെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊരു പരീക്ഷണമായിരുന്നു. ചുരുക്കം ചിലർ ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതിപ്പടി അംഗീകരിക്കാൻ പറ്റാത്ത ആളുകൾ പലപ്പോഴും ഇതിനെ നിഷേധിക്കാൻ പറ്റാത്തൊരു ചുറ്റുപാടിൽ മറ്റു ചില നിലക്കും വ്യാഖ്യാനിക്കാറുണ്ട്. അതിലൊന്നാകുന്നു അത് ഏതാണ്ടൊരു സ്വപ്നം പോലെയുള്ള ആത്മീയമായ അനുഭവമായിരുന്നു എന്ന വിവരണം. സത്യത്തിൽ വിശുദ്ധ ഖുർആൻ ഇത് പറയുന്നത് ഒരു ആശ്ചര്യപ്രയോഗത്തോടു കൂടിയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി എന്നാണ്. തന്റെ ദാസനെ കൊണ്ട് നിശാപ്രയാണം നടത്തിച്ച വൻ പരമപരിശുദ്ധനാണ്. അവിടെ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് ഒരു ആശ്ചര്യപ്രയോഗം നടത്തിക്കൊണ്ടാണ്. ഒരു ശരാശരി ആത്മീയമായ അനുഭവമായിരുന്നെങ്കിൽ അതെന്താ അത്ഭുതം, അതിനെന്തിനാ നിഷേധിക്കാൻ പോകുന്നു? ആളുകൾ നിഷേധിച്ചിട്ടുണ്ടെന്നുള്ളതും ചിലരെങ്കിലും മുർത്തദ്ദായിട്ടുണ്ടെന്നുള്ളതൊക്കെ ചരിത്ര സത്യമാണ്. ഇന്നും അതിൽ സംശയാലുക്കൾ ഉണ്ട് എന്നതും സത്യമാണ്. എന്നിരിക്കെ ഇത് കേവലം ഒരു ആത്മീയാനുഭവം മാത്രമായിരുന്നെങ്കിൽ ഖുർആൻ ഇങ്ങനെ ഒരു ആശ്ചര്യപ്രയോഗത്തോടുകൂടി വിഷയാവതരണം നടത്തേണ്ടിയിരുന്നില്ല. രണ്ടാമതായി അത് സംബന്ധമായി ഉലമാക്കൾ പറയുന്നത് അബ്ദിഹി എന്നാണ് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. അബ്ദ് എന്ന പദം സാധാരണ അറബി ഭാഷയിൽ ദേഹവും ദേഹിയും ചേർന്നുള്ള സാധനത്തിനെ പറയുള്ളൂ, അഥവാ ആത്മാവും ശരീരവും ചേർന്ന സംഗതിക്കേ പറയുള്ളൂ. വിശുദ്ധ ഖുർആനിൽ എല്ലായിടത്തും അങ്ങനെ പറയും. ഒരുപാട് ഉദാഹരണമുണ്ട്. സിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ
സക്കരിയ നബിനെ പറയാണ്, അള്ളാഹുവിന്റെ അബുദായ സക്കരിയ. അവിടെ സക്കരിയ നബിന്റെ റൂഹ് മാത്രമാണ് ഉദ്ദേശം എന്നൊന്നും ആരും പറയില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി തന്നെ മറ്റൊരു അറൈത്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ല എന്ന് സൂറത്തുൽ അലഖിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അബ്ദ് എന്ന വാക്ക് ഖുർആനിൽ പ്രയുക്തമായിട്ടുള്ളത് ആത്മാവും ശരീരവും ചേർന്നുള്ള സംഗതിയാണ്. പിന്നെ ഇത് സംബന്ധമായ ചരിത്രത്തിൽ ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് യാത്ര നടത്തിയത് ബുറാഖ് എന്ന പേരുള്ള ഒരു വാഹനത്തിന്മേലാണെന്ന് ധാരാളമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേവലം ആത്മീയമായിരുന്നെങ്കിൽ പിന്നെ ഒരു വാഹനത്തിന്റെ പ്രസക്തിയില്ലല്ലോ ഇവിടെ. ബുറാഖ് എന്ന വാഹനം ഒരു അത്ഭുത വാഹനമാണ്. ആ വാഹനത്തിന്റെ പേര് തന്നെ അത് സൂചിപ്പിക്കുന്നു. ബർക്ക് എന്ന് പറഞ്ഞാൽ അറബിയിൽ മിന്നലാണ്. അപ്പൊ മിന്നൽ വേഗതയിൽ പോകുന്ന ഒരു അത്ഭുത വാഹനം. അതെങ്ങനെയായിരുന്നു? അല്ലാഹു അലം. ആ വാഹനത്തിന്മേലാണ് നബി പോയത്, മടങ്ങിയതും ആ വാഹനത്തിന്മേലാണ്. ബൈത്തുൽ മുഖദ്ദിസിൽ എത്തിയപ്പോൾ ആ വാഹനം ബൈത്തുൽ മുഖദ്ദിസിലെ തൂണുമായി ബന്ധിപ്പിച്ചു എന്നും സംഭവ വിവരണത്തിലുണ്ട്. ശരീരത്തോടു കൂടിയായിരുന്നു എന്നതിന്റെ മറ്റൊരു ആളുകൾ ചോദ്യം ചെയ്തിരുന്നു നബിയെ പല അർത്ഥത്തിലും. ബൈത്തുൽ മുഖദ്ദിസ് കണ്ടവർ, നേരത്തെ കണ്ടവർ നബിയോട് ചോദിച്ചു, ആ പള്ളി ഒന്ന് വിശദീകരിച്ചു തരണം. അവിടെ ഉള്ള തൂണ്, വിളക്ക്, അങ്ങനെ പല ജാതിക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ കൃത്യമായി വ്യക്തമായി വിശദീകരിച്ചു കൊടുത്തു എന്നാണ് ആധികാരികമായ പ്രബല ഹദീസുകൾ രേഖപ്പെടുത്തുന്നത്. പിന്നെ ബൈക്കാരെ കണ്ടോ എന്ന് ചോദിച്ചു. ഇവിടുന്ന് ഷാമിലേക്ക് ഒരു യാത്രാ സംഘം പോയിട്ടുള്ളവരെ കണ്ടോ? ആ കണ്ടു. ഇത്ര ഒട്ടകമുണ്ട്, ഇത്ര ആളുണ്ട്, ഇന്നേരത്ത് എത്തിയിട്ടുണ്ട്, ഇത്രാം തീയതി ഇവിടെ എത്താൻ ഇടയുണ്ട് എന്ന് നബി പറഞ്ഞു. അതങ്ങനെ പുലർന്നു. ഇങ്ങനെ പലതും പറഞ്ഞപ്പോൾ സത്യനിഷേധ അന്ന് പറഞ്ഞത് തരുമോ? പറഞ്ഞത് ശരി, ഇത് എന്ത് മാരണാണ് ഇയാളെ ബാധിച്ചതെന്ന് അറിയില്ലെന്നാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും സത്യനിഷേധ പറഞ്ഞൊക്കെ ശരിയാണ്, വസ്തുതയാണ്. പള്ളിയെപ്പറ്റി വിവരിച്ചതും വഴിയെപ്പറ്റി പറഞ്ഞതൊക്കെ വസ്തുതയാണ്. പക്ഷെ ഇതെന്ത് പിരാന്താണ് ഇദ്ദേഹത്തിന് ബാധിച്ചതെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുതരം ഒളിച്ചോട്ടം നടത്തി എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഇത്തരം സംഭവങ്ങൾ ഒരു കൗതുക വാർത്ത പോലെ കേട്ട് തള്ളേണ്ടതല്ല. ഇതിന്റെ ഗുണപാഠങ്ങൾ, ധാരാളത്തിലേറെ ഗുണപാഠങ്ങൾ. അതിലൊന്നാണ് തഖ്വിയത്തുൽ ഈമാൻ, വിശ്വാസത്തിന്റെ ദൃഢീകരണം, സ്ഫുടീകരണം. ഈമാനിനെ ബലപ്പെടുത്തുകയും കറകളഞ്ഞാക്കുകയും ചെയ്യുക എന്നൊരു പ്രക്രിയ നടക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി നമ്മുടെ ധാരണ എന്താ, നിലപാടെന്താ? ഖുർആൻ പറഞ്ഞല്ലോ, വന്നജ്മി ഇദാ ഹവാ മാ വല്ല സാഹിബുക്കും വമാ ഗവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. പ്രവാചകൻ തോന്നിയതുപോലെ വർത്തമാനം പറയുന്ന ആളല്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അദ്ദേഹം തോന്നിയ പോലെ എന്തെങ്കിലും പറയുന്ന ഒരാളല്ല, സിർസാറല്ല. അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് പുറത്തു വന്നതെല്ലാം അദ്ദേഹത്തിന് നൽകപ്പെട്ട വിശുദ്ധ സന്ദേശങ്ങൾ തന്നെയാകുന്നു. അത് അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത് പ്രബലനാണ്. അല്ലമഹു ശദീദുൽ ഖുവാ ദൂ മിർറത്തിൻ ഫസ്തവ വഹുവ ബിൽ ഉഫുഖിൽ അഅല. ഇവിടെയൊക്കെയാണ് മിഅ്റാജ് സംബന്ധമായ സൂചനകളുടെ പരാമർശങ്ങൾ. ഏതായാലും ഒരു ഖുത്ബയുടെ പരിമിതിയിൽ സംഭവം വിസ്തരിച്ച് പറയുക എന്നത് പ്രായോഗികമല്ല. എങ്കിൽ പോലും നമ്മുടെ പുതിയ തലമുറക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ചതും ചരിത്രത്തിൽ വളരെ പ്രാധാന്യപൂർവ്വം രേഖപ്പെടുത്തപ്പെട്ടുള്ളതുമായ ഇത്തരം സംഭവങ്ങളും അതിന്റെ ഗുണപാഠങ്ങളും അറിയുമോ എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പൊ മിഅ്റാജിലാണ് ഇന്ന് നമ്മൾ അനുഷ്ഠിക്കുന്ന 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്. നബി പള്ളിയെടുത്ത് തന്നെ മദീനത്താണല്ലോ. അതിന്റെ മുമ്പ് സംഘടിത നിസ്കാരം ഇല്ലാത്തതുകൊണ്ടാണ്. നബി മക്കത്തുനിന്ന് പള്ളിയെടുത്തിട്ടില്ല, മദീനത്താണ് ആദ്യത്തെ പള്ളിയെടുത്ത്. ആദ്യത്തെ ജുമഅയും മദീനത്ത് വെച്ചിട്ടില്ല. ഈ നമസ്കാരം സത്യവിശ്വാസികളുടെ ഒരു മിഅ്റാജ് പോലെയാണെന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത് അർത്ഥപൂർണമാണ്. നമസ്കാരം നമ്മൾക്കൊരു മിഅ്റാജായി അനുഭവപ്പെടുന്നുണ്ടോ എന്നത് ഞാൻ നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. നമസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ നിർവഹിക്കുന്ന
ഫാത്തിഹയുണ്ടല്ലോ, ഫാത്തിഹയുടെ ഘടന, അതിൽ മിഅ്റാജിനോട് സദൃശ്യമായ ചില അനുഭവങ്ങളുണ്ട്. പ്രാരംഭഘട്ടത്തിൽ ബിസ്മിക്ക് ശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവലോക പരിപാലകനായ അള്ളാഹുവിനാകുന്നു, അവൻ പരമകാരണികനും കരുണാനിധിയുമാണ്, അവൻ പ്രതിഫലം നൽകുന്ന നാളിന്റെ അധിപനാണ് എന്നിങ്ങനെയാണല്ലോ പറയുന്നത്. അവൻ എന്നാണ് പറയുന്നത്. ഈ അവൻ എന്ന് പറയുന്നത് ലേശം ഒരു അകലത്തെ സൂചിപ്പിക്കുന്നു. സ്വല്പം അകലത്തുള്ള ആളെ പറ്റി അവൻ എന്ന് പറയാം. തേർഡ് പേഴ്സൺ ആണ്. ഇത്രയും വാക്കുകൾ പറയുന്നതോടുകൂടി സത്യത്തിൽ മനുഷ്യൻ അവന്റെ റബ്ബുമായി വളരെയേറെ അടുക്കുകയാണ്. ഏതാണ്ട് സൂറത്ത് നജ്മിൽ പറഞ്ഞതുപോലെ സുമ്മ ദനാ ഫതദല്ല ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ എന്ന് പറഞ്ഞ ഒരു വിധാനത്തിലേക്ക് ഒരു വിശ്വാസി വളരുകയും ഉയരുകയും ചെയ്യുകയാണ്. അഥവാ അങ്ങനെ വളരുകയും ഉയരുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോഴാണ് അവൻ ട്രാക്ക് മാറുന്നത്. ഇത്ര നേരവും അവൻ എന്ന് പറഞ്ഞ മനുഷ്യൻ പെട്ടെന്ന് സംസാര ശൈലി മാറ്റുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അവൻ പോയി പിന്നെ പറയുന്നത്, പടച്ചവനെ, ഞങ്ങൾ നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, നീയായി. ഇത് പടച്ചവനിലേക്കുള്ള ഒരു അടുപ്പമാണ്. ഈ അടുപ്പം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ സാധിക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ നമ്മുടെ നമസ്കാരം വളരുകയും ഉയരുകയും നന്നാവുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് നമ്മൾ ഫാത്തിഹ കഴിഞ്ഞാൽ, ഫാത്തിഹയിലൂടെ നമ്മൾ അള്ളാഹുവുമായി സംവദിച്ചു കഴിഞ്ഞാൽ തുടർന്ന് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യും. അത് അള്ളാഹുവിന്റെ മറുപടിയാണ്. അപ്പൊ സംഭാഷണം പൂർത്തിയാകുക. ഞാൻ റബ്ബിന്റെ സന്നിധാനത്തിലേക്ക് പോയി സംസാരത്തിൽ കൂടെ റബ്ബുമായി കുറെ കൂടി അടുത്തു. എന്നിട്ട് ഞാൻ എന്റെ മുഖ്യമായ അഭ്യർത്ഥന വിനയപൂർവ്വം സമർപ്പിച്ചു. തുടർന്ന് ആ പ്രാർത്ഥനയ്ക്ക് റബ്ബിന്റെ മറുപടിയാണ് ഖുർആൻ പാരായണം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു വർത്തമാനമായി നമസ്കാരം നമുക്ക് അനുഭവപ്പെടേണ്ടതുണ്ട്. റബ്ബ് നമ്മുടെ നാവിലൂടെ വർത്തമാനം പറയാണ്, അത്രയേ ഉള്ളൂ. ഇപ്പൊ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അപ്പോൾ റബ്ബ് സംസാരിക്കുകയാണ്. അപ്പൊ അക്ഷരാർത്ഥത്തിൽ സത്യവിശ്വാസിക്ക് ഒരു മിഅ്റാജിന്റെ അനുഭവം നമസ്കാരത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇനി നമസ്കാരത്തിന്റെ ഒടുവിൽ നമ്മൾ അത്തഹിയ്യാത്തു എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. തശഹ്ഹുദ് എന്നാണ് ഇത് പറയേണ്ടത്, പക്ഷെ നാടൻ പ്രയോഗത്തിൽ അത്തഹിയ്യാത്തു എന്നാ പറയാം. എന്താണത്? ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു, 7 ആകാശത്തിനും അപ്പുറം, സിദ്റത്തുൽ മുന്തഹക്കും അപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സന്നിധാനത്തിലെത്തിയപ്പോൾ നടന്ന സംഭാഷണം ഭാവനാപൂർവം ആവർത്തിക്കപ്പെടുകയാകുന്നു നമസ്കാരത്തിൽ. നബി അവിടെ എത്തിയപ്പോൾ പറഞ്ഞു അള്ളാഹിനോട്, അത്തഹിയ്യാത്തുൽ മുബാറക്കാത്തു അസ്സലവാത്തു തയ്യിബാത്തു ലില്ലാഹ്, എല്ലാ അഭിവാദനങ്ങളും അള്ളാഹുവിനാകുന്നു. ചുരുക്കി പറയാം, അങ്ങനെ അഭിവാദനം അർപ്പിച്ചു നബി. അപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തുള്ള പ്രത്യുത്തരം, അങ്ങനെയാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്, ആധികാരിക ചരിത്രമാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യ്, ഹേ പ്രവാചകരെ, അങ്ങയുടെ മേൽ ശാന്തി ഉണ്ടാകുമാറാകട്ടെ. നേരത്തെ സൂഫി കവിതയിൽ പറഞ്ഞതുപോലെ സമൂഹത്തോട് അങ്ങേയറ്റത്തെ പ്രതിബദ്ധതയുള്ള ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന് നമ്മളോടുള്ള ഒരു സ്നേഹം നമ്മുടെ മാതാപിതാക്കൾക്ക് പോലുമില്ല. അത് സത്യമാണ്, ഒട്ടും അതിശയോക്തിയില്ലാത്തതാണ്. അവിടെ വെച്ച് നബിക്ക് അള്ളാഹു ശാന്തി ആശംസിച്ചപ്പോൾ നബി പറയുന്നു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ. എന്റെ മുഖത്ത് മാത്രം, എനിക്ക് മേൽ മാത്രം ശാന്തി പോരാ, ലോകത്തുള്ള സകല സജ്ജനങ്ങളുടെ മേലിലും ശാന്തി സദാ വർഷിക്കുമാറാകട്ടെ എന്ന് നബി കൂട്ടിച്ചേർക്കുന്നു. തദവസരത്തിൽ അവിടെ സന്നിഹിതരായ അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകൾ ഷഹാദത്തിന്റെ കെലിമ ഉരുവിടുന്നു എന്നാണ് ചരിത്രത്തിൽ വന്നതിന്റെ ആകസാരം. ഇത് സത്യവിശ്വാസിയുടെ മിഅ്റാജ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമസ്കാരത്തിൽ ഭാവനാപൂർവം ആവർത്തിക്കപ്പെടുന്നു എന്നതിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. സത്യത്തിൽ
നല്ല ഭാവനയും വേണം കാര്യങ്ങൾക്ക്. ഭാവനാശൂന്യന്മാർ വരണ്ടവരായിരിക്കും. പക്ഷെ ഭാവന ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഫ്രെയിമിന്റെ അകത്തായിരിക്കണം തന്നെയുള്ളൂ. ഭാവന കാട് കയറണം. ഭാവന വേണം. ഭാവന ഉള്ളവർക്കാണ് പലതും പല വിഷയത്തിലും ഉൾക്കാഴ്ച ഉണ്ടാവുക എന്നത് ഒരു സത്യം. പക്ഷെ ഭാവന കാട് കയറണം. ഈ അത്തഹിയ്യാത്തിന്റെ തശഹുദിന്റെ സീഗ മുതവാത്തിറാണ്. സകല മദ്ഹബുകളിലും ഏതാണ്ട് ഒരേ രൂപത്തിലാണുള്ളത്. അതിന് വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ വേറൊരു ബദൽ വാക്യം റിവായത്ത് ചെയ്യപ്പെട്ടില്ല. റുകൂഇലും സുജൂദിലൊക്കെ തസ്ബീഹിന് ഒന്നിലേറെ വാക്യങ്ങളുണ്ട്. ഇതിനങ്ങനെ ബദൽ വാക്യമില്ല എന്നതും പ്രത്യേകം അടയാളപ്പെടുത്തേണ്ടതാണ്. ഏതായാലും പറഞ്ഞു വന്നത് ഇസ്രാ മിഅ്റാജിന്റെ ഗുണപാഠങ്ങൾ ഇനിയും കുറെ പറയാനുണ്ട്. നബി അവിടെ കണ്ട കുറെ കാഴ്ചകളുണ്ട്. അതിലൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളൊക്കെ നിത്യപ്രസക്തങ്ങളാണ്. പക്ഷേ സൗകര്യം പോലെ നമ്മളെല്ലാവരും അത് വിസ്തരിച്ച് പഠിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒപ്പം ഇസ്രാ മിഅ്റാജിന്റെ വിശുദ്ധ സ്മരണ നിലനിർത്തുന്ന സത്യവിശ്വാസിയുടെ മിഅ്റാജ് എന്ന് വിശേഷിപ്പിക്കാവുന്ന നമസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാവാനും അതിനെ ഭാവനാപൂർണം ആക്കാനും നാം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ തുണക്കുമാറാകട്ടെ.